കുമാരനാശാന്റെ 100ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് SNDP യോഗം വനിതാ സംഘം കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആശാൻ സ്മൃതി ആചരണം വീണപൂവ് സംസ്ഥാനതല കലാമത്സരങ്ങൾ ബുധനാഴ്ച രാവിലെ 10 മുതൽ വൈക്കം ആശ്രമം സ്കൂളിൽ നടക്കും. കേരളത്തിലെ വിവിധ ജില്ലകളെ മേഖല അടിസ്ഥാനത്തിൽ തിരിച്ച് കുമാരനാശാൻ സ്മൃതി ആചരണത്തിന്റെ ഭാഗമായി നടന്ന മത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനക്കാരാണ് ഫൈനൽ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പൊരുതിയ കുമാരനാശാന്റെ കൃതികളെ യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനുമായാണ് സംസ്ഥാന തലത്തിൽ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും തമ്മിൽ ഒരു വലിയ അഭേദ്യമായ ആത്മ ഇഴയെടുപ്പത്തിൻ്റെ ബന്ധമുണ്ടായിരുന്നു. വേണമെങ്കിൽ ഗുരുദേവൻ്റെ മാനസപുത്രനോ മാനസ ശിഷ്യനോ ആയിരുന്നു കുമാരനാശാൻ. ആ കുമാരനാശാൻ ഈ കാവ്യ കൈരളിക്ക് നൽകിയിട്ടുള്ള മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശാനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കുമാരനാശാൻ്റെ കൃതികൾ ഇന്നും കാലിക പ്രസക്തമായിട്ടുള്ളതാണ്. കാരണം ഇന്നും ഈ വർത്തമാനകാല സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടെല്ലാം കുമാരനാശാൻ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. കുമാരനാശാൻ എഴുതിയ ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി എന്നിവയെ അടിസ്ഥാനമാക്കി നൃത്തനാടകവും നടക്കും. സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാന വിതരണവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും. വനിതാ സംഘം കേന്ദ്രസമിതി പ്രസിഡന്റ് KP കൃഷ്ണകുമാരി, വൈസ് പ്രസിഡന്റ് ES ഷീബ, സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, വനിതാ സംഘം വൈക്കം യൂണിയൻ പ്രസിഡന്റ് ഷീജ സാബു, സെക്രട്ടറി സിനി പുരുഷോത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 300-ൽ പരം മത്സരാർത്ഥികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരും. അതിലേറ്റവും പ്രധാനം ഒരു നൃത്തനാടകം ഇനമാണ്. ആ ഇനത്തിൽ കുമാരനാശാൻ്റെ ദുരവസ്ഥ 300 പരം പങ്കെടുക്കുന്നുണ്ട്. കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ എന്നീ 2 കൃതികളെ ആസ്പദമാക്കിയിട്ടുള്ള നൃത്തനാടകം ഇന്ന് കാലത്തിനനുസൃതമായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അക്ഷരം പടവാളാക്കിയ മാറ്റിയ ഈ സമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ പൊരുതിയ കുമാരനാശാൻ്റെ ആ കൃതികളെ മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നതിനും ആ കാലാവസ്ഥയെക്കുറിച്ച് ആ കാലത്തിൻ്റെ ഇത്തരത്തിൻ്റെ പ്രസിദ്ധ ഭാഗങ്ങൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിനൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. എൻലൈറ്റ് ന്യൂസ് വൈക്കം.